ജാൻസിയാണ് ആദ്യമായിട്ട് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഇങ്ങനെ കടന്നു വന്നത്. അതിന് മുമ്പ് സ്റ്റാഫായിട്ട് ഒന്നും ആരുമില്ല, എല്ലാവരും ഉണ്ട്. നമ്മൾ ജോലി ചെയ്ത് അങ്ങനെ പോവുകയാണ്. ജാൻസി ഇവിടെ മറ്റു ആൾക്കാർ ജാൻസിയുടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യാനില്ല. എന്നാലും ജാൻസി സമയത്ത് തന്നെ ജോലി ചെയ്തു. എന്നാൽ ഇന്ന് 15 വർഷം ജാൻസിയുടെ ശുശ്രൂഷ തുറക്കുമ്പോഴേ വെറുതെ ഇല്ലായ്മയിലും ഒഴിവാക്കായ്മയിലെല്ലാം ജാൻസി കൂടെ വന്നു ഓർക്കുമ്പോഴേ സന്തോഷമാണ്. അതുതന്നെയല്ല ജാൻസിയെ 15 വർഷക്കാലം എനിക്ക് 15 വർഷം തോന്നുന്നത് ജാൻസിയോടൊപ്പം ഇനി ഒരു 15 വർഷം ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. ജാൻസി പെട്ടെന്നായിട്ടിട്ട് മുന്നോട്ട് ഞാൻ ഓർത്തില്ല. എന്റെ പോകുന്നതൊന്നും സഹിക്കാവുന്നതിനപ്പുറമാണ്. ജാൻസി ഇവിടുന്ന് പടിയിറങ്ങുന്ന ഓർക്കുമ്പോഴേ ചിന്തിക്കാവുന്നൊരു എന്നാലും ദൈവം ആയുസ്വാരോഗ്യം കൊണ്ട് അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള കാലം നന്മയും കരുണയും കൊണ്ട് നമുക്കായിരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഈ സമയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കിട്ടുമ്പോഴേക്ക് ഈ സമയത്തേക്ക് കടന്നു വരിക. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പുസ്തകത്തിലും ദൈവം മൂലരിക്കായിട്ട് അനുഗ്രഹം വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇതിനെ എപ്പോഴും ഇഷ്ടമുള്ളതാണ്. ഞങ്ങൾ കാണുന്നത് അദ്ദേഹത്തിന്റെ കണ്ണുപെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുദീർഘമായ സേവനത്തിന് ശേഷം കാവ്യമായിരിക്കും ജീവിക്കുന്ന രാജ്യത്തേക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. പൊട്ടുതൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യനുദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യനുദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹക്കടലിലെന്നും ചിപ്പിളിളയുമല്ലോ, കരുണ തൻമുത്തുപൊഴിയുമല്ലോ. പൂർണ്ണനിലാവല്ലേ നമ്മളെന്നും നന്മമലരല്ലേ, ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി, എന്നും പൊന്നുണ്ണി. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ. ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ്. സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം കൃത്യനിഷ്ഠ. അത് ഈ ആളുകളെ സംബന്ധിച്ച് വളരെ അധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. കണ്ടുപിടിച്ച സമയങ്ങളൊക്കെ വരുന്നു എന്നുള്ളത്. അതുപോലെ ജോലിയില്, ഒരു ജോലിയല്ല പല ജോലിയിലും, പ്രത്യേകിച്ച് ക്ലാസ്സില്, ഇവിടെ ക്ലീനിങ്ങില്, അതുപോലെ തന്നെ ഭക്ഷണ വിതരണത്തില്, മറ്റേത് കാര്യങ്ങൾ ആയാലും എല്ലാം വിവരത്തോടുകൂടി എന്റെ കർത്തവ്യമാണെന്നുള്ള ബോധ്യപ്പെട്ടുകൊണ്ട് എന്റെ കടമകൾ നിറവേറ്റുള്ള ഒരു വനിതയാണെന്ന് പറയുന്നതിന്റെ അതിശയോക്തിയൊന്നുമില്ല. നമ്മൾ മറ്റുള്ളവരെ പ്രശംസിക്കുമ്പോൾ സത്യമായിട്ടുള്ളതും നീതിയായിട്ടുള്ളതും മാത്രമേ പറയാൻ പാടുള്ളൂ. ഈ സ്ഥാപനത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വന്ന മറ്റ് ആൾക്കാരെല്ലാം തന്നെ അറിഞ്ഞു കഴിഞ്ഞു. ശാരീരിക അസ്വസ്ഥതകളൊക്കെയാണ്. അളവ് കുഴപ്പമില്ലായിരുന്നു എന്നെങ്കിലും അത് വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. ഇത്രയും വർഷക്കാലം സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ ദൈവം അനുവദിച്ചു. ഇനിയും മുന്നോട്ട് പോകുന്നു ചാൻസ് കരുതണ്ട. ഇതുപോലെ ആരോഗ്യമൊക്കെ ശരിയായെങ്കിൽ തിരിച്ചു വരാനും ഈ സഹോദരങ്ങളെല്ലാവരും എല്ലാ ശുശ്രൂഷയും ജാൻസി പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഈ
കൂട്ടായ്മ ഞങ്ങൾ നിന്നുകയും അതുപോലെ ഒരു ദിവസം പോലും ഒരു വാക്കുകൊണ്ടോ പ്രവർത്തികൊണ്ടോ വർത്താൻ പറയാൻ മനസ്സിലാക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഏത് കാര്യം കൊടുത്താലും ആ മുന്നിലെല്ലാം ഞാൻ ചെയ്യാതെ അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങൾ വാണിജ്യങ്ങളും സമയങ്ങളിലൊക്കെ പ്രധാന റെസ്പോണ്ടുകളും വന്ന് ശുശ്രൂഷ ചെയ്യുവാൻ വലിയ കാലാവസ്ഥകളിൽ കഴിഞ്ഞ ദിവസം ഞാനുണ്ട്. അതുപോലെ ബുദ്ധിമുട്ടായിട്ടും ഈ വീടിന് വേണ്ടി ഇത്തരത്തിലുള്ള അറിയുവാൻ ഈ മക്കൾക്ക് വേണ്ടി വാഴുവാൻ എടുക്കുവാനും ഒക്കെ വന്ന് വലിയ ആരോഗ്യ കൊടുക്കുന്നു. ഞാൻ നന്ദി പറയുന്നു. ഇനിയും വരുന്ന സമയങ്ങളിൽ അനുഗ്രഹമായി ഈ മഴയിൽ വന്ന് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നടന്നു വരുവാനും എല്ലാവരും കാണുവാനും ശ്രദ്ധിക്കുവാനും ഒക്കെയുള്ള നല്ല നിറവില്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ നടക്കുവാനും പോകുവാനും ഒക്കെ ഉറപ്പുകൊടുക്കാൻ സാധിക്കും. എല്ലാവരും നന്നായി പറഞ്ഞു. ഞാൻ അന്ന് മുതൽ ഡാൻസ് ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഇതുവരെ ഡാൻസ് വളരെ സൗമ്യതയോടും സ്നേഹത്തോടും കൂടിയാണ് ഇതിനോട് പെരുമാറിയിരുന്നത്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ ഞാനും ഡാൻസ് കൂടിയാണ് ഒരുമിച്ച് പോവുകയും വരികയൊക്കെ ചെയ്തിരുന്നത്. എപ്പോഴാണെങ്കിലും പോലും ആന്റി എവിടെ എത്തി ഞാൻ വന്നു കഴിഞ്ഞ വണ്ടി വിടാവുന്നതൊക്കെ ഞാൻ ആന്റിയോട് ഞാൻ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഇനി അത് പറ്റുകയില്ലെന്നുള്ള ഒരു വിഷമമുണ്ട് എനിക്ക്. പിന്നെ ഇവിടുത്തെ എല്ലാ മക്കളോടും ആന്റി സ്നേഹത്തോടും നല്ല സൗമ്യതയോടും കൂടിയാണ് ആന്റി പ്രവർത്തിച്ചിരുന്നത്. നല്ല ശുശ്രൂഷയാണ് ആന്റി ഇവിടെ കാഴ്ചവെച്ചത്. അതിനായിട്ട് ഡാൻസ് ആന്റിയോട് കൂടുതൽ നന്ദി അറിയിക്കുന്നു. പിന്നെ എല്ലാവരെയും ഒന്ന് ഡാൻസ് ആന്റി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒരു മൂന്ന് തരത്തിലോ അല്ലെങ്കിൽ നമ്മൾ പല കാര്യത്തിനും പറ്റില്ല അല്ലെങ്കിലോ എന്നൊരു വാക്ക് തന്നെ ചേച്ചിയുടെ വാക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ കുറച്ചൊരു കാര്യങ്ങളും നിസ്സാര കാര്യം. പക്ഷെ ഞാൻ ചേച്ചി ഏറ്റവും രാവിലെ തീർച്ചയായിട്ടും വൈകുന്നേരം സമയത്ത് ഓനെ കഴിച്ചോ ഓനെ കുടിച്ചോ ചായ കുടിച്ചോ ഒന്ന് വീട്ടിൽ പോയി വരുമ്പോൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ രണ്ടു ദിവസമായിട്ട് എന്റെ വീട്ടിലുണ്ട്. നമുക്കൊരു ഓഫീഷ്യലായിട്ട് സ്റ്റാഫ് ഒരു അമ്മയെന്നുള്ളൊരു രീതിയിലായിട്ട് ഡാൻസ് എപ്പോഴും. അതുകൊണ്ട് തുടർച്ചയിൽ ഡാൻസ് ചെയ്ത കാര്യത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മിസ് ചെയ്യും. എന്നും രാവിലെ ഞങ്ങളുടെ കൂടെയാണ് ഡാൻസ് ചെയ്ത് ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പം എന്നും കഴിച്ചോ കുടിച്ചോ പിന്നെ എപ്പോഴും ചോദിക്കും. അപ്പോൾ ഞങ്ങളത് മിസ് ചെയ്യും. ഡാൻസ് ചെയ്ത് ആ സംസ്കൃത സമയങ്ങളിൽ തീർച്ചയായും മനസ്സിലാക്കാനുള്ള ഒരു സന്തോഷമുണ്ട്. ഇനിയാണെങ്കിൽ എവിടെയെങ്കിലും കാണുമ്പോൾ സംസാരിക്കാനും മനസ്സിലാക്കാനും കാണാനും പറ്റുന്നതിന് അമ്മയില്ല പോവാ രസമുണ്ട്. വന്നു നിന്നാൽ ഞാൻ അമ്പാടി സുദീർഘമായ സേവനത്തിന് ശേഷം നമ്മള് ഇവിടുത്തെ യാത്രയാക്കുന്ന ഡാൻസ് ജ്യോതിയെ നമ്മുടെ ധാർമ്മികങ്ങളുടെയും സമങ്ങളുടെയും ഒരു ഉപകാരം സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനെ വിചാരണയായി സംഖ്യയും ക്ഷണിച്ചോളൂ. നല്ല നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹ
സ്നേഹക്കടലിലെന്നും ചിപ്പി വിളയുമല്ലോ കരുണതൻ മുത്തുപൊഴിയുമല്ലോ. ഓണനിലാവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ, ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി, എന്നും പൊന്നുണ്ണി. തങ്ക മനസ്സ് ഈ അമ്മ മനസ്സ്, മുറ്റത്തെ തുളസി പോലെ, ഈ മുറ്റത്തെ തുളസി പോലെ. നാനാഴിക്കനവിനുള്ളിൽ നാഴൂരി പുഞ്ചിരിയുണ്ട്, നാവക്കുടം പോലെ കൊഞ്ചി വരും നാമക്കിളികളുണ്ട്. അമ്മയ്ക്ക് കൂട്ടുനടക്കാൻ പുന്നാര പൈക്കളുണ്ട്, അക്കരെ ഇക്കരയ്ക്ക് കടത്തിനൊരമ്പിളിത്തോണിയുണ്ട്. വീടേ വീടെന്ന് മൊഴിയിൽ നാടേ നാടെന്ന് ആരുണ്ടെന്നാലും അമ്മതൻ കൂടെ ഞാനുണ്ട്. നിഴലായിരാപ്പകൽ കൂടെ ഞാനുണ്ട്, എന്നും ഞാനുണ്ട്. തങ്ക മനസ്സ് അമ്മ മനസ്സ്, മുറ്റത്തെ തുളസി പോലെ.